കാരണം ഇന്നലെ വരെ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. സംഭവം സീനാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഈ ലൂപ്പ് ക്രിയേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. എന്താണെന്നുള്ള കാര്യം ഡയറക്റ്റായിട്ട് തന്നെ കാണാം. ഫിറോസിക്ക ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവരോടൊക്കെ സംസാരിച്ചിരുന്നു. സജന ഇത്തയോട് സംസാരിച്ചിരുന്നു, ഫിറോസിക്കയോട് സംസാരിച്ചിരുന്നു. സോഷ്യൽ മീഡിയക്കകത്ത് ഈ ഒരു കാര്യം ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ബട്ട് എന്താണെന്നറിയില്ല, ഇതിനകത്ത് വേറെ എന്തൊക്കെയോ തരത്തിലുള്ള കാര്യങ്ങൾ പല സൈഡിൽ കൂടെ വരുന്നവരെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും അവരുടെ പാടായി പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇടുന്ന സാധനങ്ങളാണ്. നമുക്ക് എന്താണെങ്കിലും നോക്കാം. അപ്പം ഞാനൊരു കാര്യം തുടക്കത്തിലേ പറയാം. ഇത് താല്പര്യമുള്ളവർ മാത്രം കാണുക കേട്ടോ. സീരിയസ്ലി നമ്മൾ കണ്ടതിന് ശേഷം ഇതെന്തിനാണ് കണ്ടെന്ന് തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണാതിരിക്കും മറ്റെന്തെങ്കിലും വിഷയം കാണുക. ഇത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക. കാരണം ഇത് ഒരാളുടെയും കുടുംബത്തിൽ ജീവിതത്തിൻ്റെ അകത്തേക്ക് പോയിട്ട് ആര് സംസാരിക്കുന്നതോ ഒരു കുടുംബ ജീവിതത്തിൻ്റെ അകത്തേക്ക് എത്തി നോക്കിയതുമല്ല. ഇത് പബ്ലിക് മീഡിയയിലേക്ക് പബ്ലിക്കായിട്ട് വന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതല്ലാത്ത കാര്യങ്ങൾ ആൾക്കാർ നമുക്ക് കാണാം. പണത്തിന് മീതെ പരുന്തും പറക്കില്ല, വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതൊക്കെ മേലെ ചില സാധനങ്ങളുണ്ട്, ചില ശക്തികൾ അല്ലെങ്കിൽ ചില കയ്യൊപ്പുകൾ ഒക്കെയുണ്ട്. തൽക്കാലം പണത്തിന് മീതെ പരുന്ത് പറക്കില്ല. കാരണം ഞാൻ പറയാം, എനിക്കേറ്റ മുറിവുകൾ സ്വയമേ മരുന്ന് വെച്ച് ആരെയും അറിയിക്കാതെ ഞാൻ എൻ്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അത് പണ്ടേ ഞാൻ അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തോ ഒരു ശക്തി ഉണ്ട്. അതിനെ ഒരു പക്ഷേ നമ്മൾ അള്ളാഹ് എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോ പേരിട്ട് വിളിക്കുന്നു. പക്ഷേ ഒരു ശക്തി ഉണ്ടെന്നുള്ള സംഭവം കറക്റ്റായിട്ടൊരു കാര്യമാണ്. ശത്രു ആകാശം മുട്ടെ വളർന്നു നിൽക്കാനായതുകൊണ്ട്, സൽപ്പേരിനുടമയായതുകൊണ്ടും, പൊളിറ്റിക്സ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും പിടിപാടുണ്ടായതുകൊണ്ടും പെട്ടെന്ന് താഴെ ഇറക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പണത്തിന് മീതെ പരുന്തും പറക്കില്ല. പണമെറിഞ്ഞ് പല മീഡിയ പ്രവർത്തകരെയും കയ്യിൽ വാങ്ങിയിട്ടുണ്ട്. ഇനി അപ്പോൾ തുടക്കത്തിൽ മനസ്സിലാകുന്നത് ഈ കുട്ടി സാറ് നമ്മുടെ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അഥവാ നമ്മുടെ മീഡിയക്കാരെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതൊക്കെ മീഡിയാസ് എന്നുള്ള കാര്യം അറിയത്തില്ല, ചിലപ്പോൾ അതും പുറത്തു വരുമായിരിക്കും. ഈ ബിഗ് ബോസ് നടക്കുന്ന സമയങ്ങളിൽ പല സാഹചര്യങ്ങളിൽ പല ആൾക്കാരും ഇതുപോലെ നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ അവരെ ഒന്ന് കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഇതുപോലെ നിങ്ങൾ PR ചെയ്യുമോ, അതായത് ഇന്ന കണ്ടസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് PR ചെയ്യുമോ, ഇന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് PR ചെയ്യുന്ന ആ വ്യക്തികളുടെ പേരൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. അത് അവർ PR ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ അവരോടും പറഞ്ഞൊരു കാര്യം, ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് എൻ്റെ നാവിനെ ഒരാൾക്ക് പൈസ വാങ്ങി അയാൾക്ക് വേണ്ടി സംസാരിക്കും. ഇപ്പം പിന്നെ ഞാൻ ആരാ? എൻ്റെ അച്ഛൻ ഇപ്പം ജീവനോടെ ഇല്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, ഒരു അത്യാവശ്യം ഒരിത് കീപ്പപ്പ് ചെയ്യണം എപ്പോഴും മനസാക്ഷിക്ക് എന്നുള്ളത്, അത് തന്നെ ഉള്ളൂ. അപ്പം ഞാനിപ്പം വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് ഇപ്പം ഫിറോസിക്ക് ഇരിക്കുന്നു, സജനത്ത് ഇരിക്കുന്നു, ഈ രണ്ട് ഡയറക്ഷൻ രണ്ടുപേരും ഇരിക്കുന്നു. ഒരാൾ എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ നിനക്ക് കുറച്ച് പൈസ ഓഫർ ചെയ്യാം. ഇക്കയാണെങ്കിലും ശരി, പുള്ളിക്കാരിയാണെങ്കിൽ ഓഫർ ചെയ്യുകയാണ്, ഇത് ഫേവറബിൾ ആയിട്ട് സംസാരിക്കുന്നു വെച്ചാൽ സെയിം ഞാൻ ഇവിടെയും അത് തന്നെ പറയും. അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെ സംസാരിച്ച് നമുക്ക് എവിടെയാണ് നമുക്ക് നമുക്കൊരു ഇത് വേണ്ടേ? ഇവരുടെ ആരുടെ ഭാഗത്താണോ ശരി തെറ്റുകളെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല, അല്ലേ? ഇത് അവരുടെ പേഴ്സണൽ മാറ്ററാണ്. ഇത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളെ സജനത്തോടൊക്കെ ഒരുപാട് ഞാൻ പേഴ്സണലി സംസാരിച്ച കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. എങ്കിലും ഈ ഒരു സംഭവത്തിൻ്റെ അകത്തുനിന്ന് ഇപ്പോഴീ ഒരു വിഷയം ഉണ്ടായതിൻ്റെ റീസൺ, പുള്ളിക്കാരത്തിയുടെ ലൈവിലൂടെ പുള്ളിക്കാരത്തി പറഞ്ഞു പോയ അബദ്ധമാണ്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഇത്. ഇങ്ങനെ നീലക്കുയിലിൽ വരുന്ന പോസ്റ്റായിട്ട് വരികയും അതിനുശേഷം നമ്മളെടുക്കുന്നതും സംസാരിക്കുന്നതും ഇത് ഇങ്ങനെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ അന്നേ പറഞ്ഞത് ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ പോകുന്നു, മിക്സഡായിട്ടുള്ള റെസ്പോൺസാണ് വരുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സജനത്തെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഫിറോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാൽ ഇത്രയും നാളത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് വെച്ചിട്ട് ഈ പുള്ളി ഇതുവരെ ഞാൻ പല സമയങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുമിച്ച് കൂടെ, എന്തിനാണ് രണ്ട് പിള്ളേരെ കയ്യിൽ, എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ജീവിക്കുന്നത്? അന്നൊന്നും ഈ പറയുന്ന പുള്ളിക്കാരി ഒരു വാക്ക് കൊണ്ടുപോലും ഒന്നും പറഞ്ഞാൽ അതൊന്നും ശരിയാകത്തില്ല, ഇനി അവൾ ഞാൻ എൻ്റെ വഴി എന്നാ പറഞ്ഞത്. അപ്പോൾ ഒന്നും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും അനുവദിക്കാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം ഇത് പൊടുന്നനെ ഈ ഒരു സാധനം ഉണ്ടാവുന്നതിൻ്റെ പിന്നിൽ ഇതൊക്കെയാണ് എൻ്റെ റീസൺ. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ ആ ഒരു വിഷയം ഇന്നിപ്പോൾ വേറെ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതിന് ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ. ഇതിന് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അതാണ് ഈ ഒരു ഹിന്റ് വരുന്നത്. കാരണം മീഡിയാസിനെ പർച്ചേസ് ചെയ്തു എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ കുറേ അധികം കാര്യങ്ങൾ ഇനി വരാൻ സാധ്യതയുണ്ട്. ആടിനെ പട്ടിയാക്കുന്നത് നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസങ്ങൾ അത് കാണാൻ കഴിയും. അതാണ് പണത്തിൻ്റെ പവർ. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, അതൊക്കെ മേലെ ഒരു ശക്തിയുണ്ട്, പണത്തിനെല്ലാം മേലെ. അത് അദൃശ്യമായൊരു ശക്തിയാണ്. ആ ശക്തി തീർച്ചയായും സാത്താനെ പന പോലെ അങ്ങ് വളർത്തിയിട്ട് ലാസ്റ്റ് ഒറ്റ ഉടുപ്പാണ് വിളിക്കുന്നത്. അതെനിക്ക് 100% ഉറപ്പായ കാര്യമാണ്. ഒരു ഹിൻഡ് കൂടി പറയാം. ആ ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാത്തിനും മരുന്നായിട്ടുള്ളൊരു ശക്തമായ എവിഡൻസ്, ഒരു വാള് ഇരിപ്പുണ്ട്. അത് ആദ്യം നോക്കട്ടെ, ഈ കളി എവിടം വരെ പോകും. പണത്തിൻ്റെ കളികൾ നമുക്ക് നോക്കാം. ആ കളി എവിടം വരെ പോകും, ഏതൊക്കെ കഥ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യും, കാശ് മേടിച്ച് പ്രവർത്തിക്കുന്ന മീഡിയക്കാർ ആരൊക്കെയാണ് എന്ന് നിങ്ങളെ കൂടെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളെ കൂടെ കാണിച്ചു തരാനും വേണ്ടി എല്ലാ മീഡിയക്കാരും അല്ല, നല്ല മനസ്സിലായി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പുള്ളിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആ അപ്പർ സൈഡിൽ നിന്ന് ആൾക്കാർക്ക് പൈസ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായെന്നും പറയുന്നു. ആരാണോ ഒന്നാം തരം ചങ്കുറപ്പുള്ള ഒറ്റത്തന്തയ്ക്ക് പിറന്ന സത്യങ്ങൾ മാത്രം വിളിച്ച് പറയുന്ന, ആരെയും പേടിക്കാത്ത, ക്യാഷ് കൊണ്ട് വിലക്കെടുക്കാൻ പറ്റാത്ത മീഡിയ പ്രവർത്തകരുണ്ട്. പക്ഷേ എത്ര തന്നെയെന്നറിയാത്ത ഒരുപാട് യൂട്യൂബുകാരുണ്ട്. അവർ സത്യത്തെ വളച്ചൊടിക്കാൻ നോക്കും. അവർക്കറിയാം സത്യം, പക്ഷേ വളച്ചൊടിച്ച് കൊണ്ടുപോട്ടെ. പക്ഷേ ഒരൊറ്റ ആയുധം കൊണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. അത് നമുക്ക് ഈ കളിയൊക്കെ ഒന്ന് കാണാം. വമ്പന ഞാൻ വീഴ്ത്തിയിരിക്കും. അതിന് ദൈവം എനിക്ക് കയ്യിൽ ചില സാധനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ എല്ലാ മനുഷ്യരും തുല്യരാണ്. അപ്പോൾ എന്തൊക്കെയോ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പറയുന്ന കുട്ടി സാറിനെതിരെ എന്തൊക്കെയോ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി പലരും കമൻറ്റ് ബോക്സിലൊക്കെ ചർച്ച ചെയ്യുന്നത്, സംസാരിക്കുന്നൊരു കാര്യം, ഇപ്പം നമുക്കിപ്പോൾ വളരെ ഓപ്പണായിട്ട് കാണാൻ പറ്റുന്നത് സജിന എന്ന് പറയുന്ന വ്യക്തിയും ഫിറോസിക്ക എന്ന് പറയുന്ന ഫിറോസ് ഖാനും തമ്മിൽ ഡിവോഴ്സ് ആയതിനു ശേഷം അടുത്ത മൊമെൻറ്റ് മുതൽ അവർക്ക് എങ്ങനെ വേണം സെപ്പറേറ്റഡ് ആവാം, അതിനുശേഷം ഡിവോഴ്സ് ആവാം, അതിനുശേഷം അവരുടെ ലൈഫുകൾ ഏത് വഴിക്ക് പോകണമെന്ന് ആ രണ്ട് വ്യക്തികൾക്കും തീരുമാനിക്കാം. ലീഗലി അവിടെ മാരേജ് എന്നുള്ളൊരു പരിപാടി കാരണം ഉണ്ടായ സംഭവം ബന്ധം തീർന്നു. അതിനുശേഷം ഉണ്ടാകുന്ന വെച്ചാൽ ഇവർക്ക് ഉള്ളൊരു എന്ന് വെച്ചാൽ കുട്ടികൾ, ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഒരുമിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരുമിക്കാം, കാണാൻ വേണ്ടിയുള്ള അത് കോടതിയുടെ പരിഗണനയിൽ വരുന്ന കാര്യങ്ങളാണ്. ഒരാളെ ഗാർഡിയനായിട്ട് കൊടുക്കും, മറ്റൊരാൾ ചിലപ്പം അത് കാണാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ചില സമയങ്ങളിൽ സമയബന്ധിതമായിട്ട് കൊടുക്കും. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അതിനും അപ്പുറം ഈ രണ്ട് വ്യക്തികൾക്കിടയിൽ ഇനി എന്ത് തരത്തിലുള്ള ബന്ധങ്ങൾ മറ്റ് വ്യക്തികളുമായിട്ട് ഉണ്ടായാലും അത് രണ്ടുപേരും തമ്മിൽ അന്യോന്യം ചോദ്യം ചെയ്യുകയോ പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടുത്തെ പ്രശ്നമേ അതല്ല. ഇവർ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്ന ഫിറോസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എവിടെയും കോട്ട് ചെയ്യാത്തൊരു പേരെന്ന് വെച്ചാൽ സജിനയുടെയാണ്. അല്ലെങ്കിൽ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, അത് മിക്കവാറും ലീഗൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ളതാണ്, മേ ബി അങ്ങനെ ആയിരിക്കാം. എങ്കിലും അവിടെ നമുക്ക് കിട്ടുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുള്ളിക്കാരൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ആ വ്യക്തിയിലാണ്, കുട്ടിസാറിലാണ്. കുട്ടിസാറിന് ഇതിനകത്തുള്ള അപാരമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റും അതിനകത്ത് പുള്ളി ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് പുള്ളി ഈ സാധനത്തിനെ പുള്ളിക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പല പരിപാടികൾ കാണിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ മൊത്തത്തിൽ പുള്ളി സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് എത്രമാത്രം ഇതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ അറിയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതൊരു തുടർച്ചയാണ്. ഈ ഒരു തുടർച്ചയ്ക്ക് ഇനി വീണ്ടും തുടരും എന്നുള്ളത് പോലെ വീണ്ടും സാധനങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലാതെ ഇവരുടെ പേഴ്സണൽ ലൈഫിൻ്റെ അകത്ത് ഇവർ തമ്മിലുള്ള അടിയാണെങ്കിൽ ഈ പുള്ളിക്കാരൻ ബ്ലെയിം ചെയ്യേണ്ടത് ഈ അപ്പുറത്ത് നിൽക്കുന്ന സജിനയാണ്. സജിന എന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ഇവിടെ വരുന്നേയില്ല, വർത്തമാനമേ വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ ചിന്തിക്കുന്നത്. അപ്പം അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെയോ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ആരും അറിയാത്ത ചില എന്തൊക്കെയോ സംവിധാനങ്ങൾ ഈ പറയുന്ന പ്രമുഖനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. പറട്ടെ, അവാർഡുകൾ വാരി കൂട്ടിയത് കൊണ്ടും പൊളിറ്റിക്സിലും മറ്റെല്ലാ മേഖലയിലും പിടിപാടുണ്ടായത് കൊണ്ടും കാര്യമില്ല. തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഏതായാലും നമുക്ക് ഈ കാശ് മേടിച്ച് പാവം അവരെ ഞാൻ കുറ്റം പറയില്ല, അവരുടെ കുറച്ച് പുതിയ കഥകളൊക്കെ നമുക്കൊന്ന് കേട്ട് നമുക്ക് ആടിനെ പട്ടിയാക്കുന്നതൊക്കെ ഒന്ന് കാണാം കുറച്ച്. കാരണം ഇന്നലെ വരെ നല്ലത് പറഞ്ഞവർ ഇന്ന് മുതൽ അതിനെ തിരുത്തി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് കാശ് മേടിച്ചവർ. അത് ബാക്കി കൂടെ കാണാം. കണ്ടിട്ട് എൻ്റെ ഒരൊറ്റ
ആയുധത്തിൽ ഇതിവിടെ ഫുൾ സ്റ്റോപ്പ് ആവും. ഞാൻ ഒരിക്കലും ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ ഈ അവാർഡുകാരന് പണി കൊടുക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അത് ഈ മീഡിയ വഴിയൊന്നുമല്ല, അല്ലാതെ കൊടുക്കുക. അത് എൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല കളി പോകുന്നത്. ഞാനായിട്ടല്ല ഒന്നും തുടങ്ങി വെച്ചത്. നമസ്കാരം. പുള്ളിക്കാരനല്ല ഒന്നും തുടങ്ങി വെച്ചെന്നുള്ള കാര്യം പറയുന്നു. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്കാരി വന്നിരുന്ന് ചെയ്ത ലൈവിൻ്റെ അകത്ത് എന്തോ പുള്ളിക്കാരി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവുകയും പിന്നെ ചില സ്റ്റോറി ഇട്ടതും ചില പോസ്റ്റ് ഇട്ടതും ആ ഒരു സാധനങ്ങളൊക്കെ കുറേ അധികം കയ്യിൽ നിന്ന് പോയി, പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ ആ സാധനം പബ്ലിക്കിലേക്ക് എത്തി. കാരണം ഇവരൊക്കെ പബ്ലിക് ഫിഗേഴ്സ് അല്ലേ. ഇപ്പം ഈ പറയുന്ന പൊളി ഫിറോസ് എന്ന് പറയുന്ന ഫിറോസ് ഖാൻ ആണെങ്കിലും ഇദ്ദേഹമാണെങ്കിലും അതുപോലെ തന്നെ സജ്ന എന്ന് പറയുന്ന സജ്ന നൂർ അല്ലേ, അവരാണെങ്കിലും ഇത് പബ്ലിക്കിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരെ കുറേ അധികം ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരെന്തെങ്കിലും ചെറിയ അനക്കം വന്നു കഴിഞ്ഞാൽ ആ സാധനം പബ്ലിക്കിലേക്ക് വരും. എന്ത് സംഭവിച്ചാലും വരും. ഇവിടെ ഇപ്പോൾ ഫാമിലി വ്ളോഗേഴ്സ് അവരുടെ കഥ പറയുന്നത് വരും. ഇവിടെ ഇപ്പം ഓൺലൈൻ നമ്മുടെ മറ്റേ പ്രമുഖ മാധ്യമങ്ങളുടെ ഓൺലൈൻ പോർട്ടലുകൾ വരെ എടുത്ത് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവരുടെ കാര്യം ഒന്നും പറയണ്ട. അപ്പോൾ അവരറിയുന്നത് കൊണ്ട് തന്നെ അത് ചർച്ചയാവും. ആൾക്കാർക്ക് അത് ന്യൂസ് വാല്യൂ ഉള്ള സാധനമായിട്ട് മാറും. അത്ര തന്നെ ഉള്ളൂ. ന്യൂസ് വാല്യൂസ് എന്തും ആവുമല്ലോ ന്യൂസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാധനങ്ങൾ പെട്ടെന്ന് പോവും. അപ്പോൾ അതിന് ശേഷം പിടിച്ചൊരു തീയാണ്, ഒരു കാട്ടുതീ പോലെ ഇപ്പോൾ പൊക്കോണ്ടേയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു മിക്സഡ് റിയാക്ഷനാണ് ഉള്ളത്, മിക്സഡ് ആയിട്ടുള്ള സംഭവങ്ങളാണുള്ളത്. എങ്കിലും മെജോറിറ്റി ആൾക്കാരുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ക്യൂരിയോസിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രമുഖനായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ അല്ലല്ലോ ചിന്തിച്ചത്, ഈ വ്യക്തി ഇങ്ങനെയാണോ? കാരണം ഇദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലി കുറച്ചധികം ആൾക്കാർ എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സംസാരിക്കേണ്ട സമയങ്ങളിൽ സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് മുമ്പും പറഞ്ഞിരുന്നു. പിന്നെ ഭീഷണി, ഈ പണം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും തരത്തിൽ അപായപ്പെടുത്താനുള്ള അല്ലെങ്കിൽ നമ്മളെ നിയമപരമായിട്ടുള്ള രീതിയിൽ കൂടെയൊക്കെ നശിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പരിപാടികൾ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള സംഭവങ്ങൾക്ക് മറ്റൊരു വശം കൂടെ വരും. അതിപ്പോഴല്ല, അത് വരേണ്ട സമയങ്ങളിൽ അതൊക്കെ വന്നോളും. കാരണം അതാ പറഞ്ഞേ, എപ്പോഴും ഒരു വ്യക്തി സൈലൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ സൈലൻസിനെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ ഈ രണ്ട് വ്യക്തികളോട്, ഇപ്പോൾ ഫിറോസിക്ക അടുത്താണെങ്കിലും സജ്ന അടുത്താണെങ്കിലും രണ്ടുപേരോടും ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ ഇത് പരമാവധി സോഷ്യൽ മീഡിയക്കകത്തിട്ട് അലക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയക്കകത്ത് ഈ വർത്തമാനം ഇത് വന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം അത്ര ഗുണകരമാവില്ല. പുള്ളിക്കാരിയോടും പറഞ്ഞു, അദ്ദേഹത്തിനോടും ഞാൻ പറഞ്ഞു. കാരണം സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഇത് കണ്ടന്റ് ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു കോണ്ടന്റാണ്. എനിക്ക് അങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ചാൽ ഇവരെ വേണമെങ്കിൽ എല്ലായിടത്തും പുറത്തുവിടും എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് വേണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷെ അതല്ല, നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തികളെ ഒരിക്കലും കുഴിയിൽ ചാടിക്കുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യാനുള്ള ഒരിക്കലും ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഈ രണ്ട് ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ അതിന് അപ്പുറത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കാര്യമാണ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞാൽ ഈ കാര്യം തീരുള്ളൂ എങ്കിൽ നമുക്കവരെ എതിർക്കാൻ പറ്റത്തില്ല. അവർ പറയട്ടെ, ലെറ്റ് ദം സ്പീക്ക് അല്ലേ, അവർ പറയട്ടെ എന്നുള്ളത് പറയാനുള്ളൂ. ഇനി ഇത് നിർത്താൻ ആരെക്കൊണ്ടും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സാധനം തുടങ്ങി, ഇതിപ്പോഴാണ് അതിൻ്റെ ഒരു ലെവലിലേക്ക് എത്തിയത്. ഇനി അടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടുള്ള മറ്റുള്ള ചാനൽസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തോ യൂട്യൂബേഴ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് പൈസയും കൊടുത്ത് സെറ്റപ്പ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരാണ് ചെയ്യുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ ഒരു സാധനങ്ങളെല്ലാം എടുത്ത് പറയാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളത്. അതല്ല, ഇവർ തമ്മിൽ സംസാരിക്കുന്നതാണെങ്കിൽ പുള്ളിയുടെ ഇതിൽ കൂടെ പറയുന്നു. ഇപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യുന്നു. അവരുടെ സൈഡിൽ നിന്ന് ഇപ്പം ഇന്ന് നമ്മുടെ സജ്ന നൂർ പുള്ളിക്കാരത്തി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള വിഷയങ്ങൾ അത് നിയമപരമായിട്ടല്ല, ഇത് പബ്ലിക്കിൻ്റെ ഇടയിലേക്കാണ് വരുന്നതെങ്കിൽ രണ്ടുപേർക്കും നല്ലതിനല്ല. ആൾക്കാർ ഇത് കാണും, ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും. നിങ്ങളെ രണ്ടുപേരെയും ചിലപ്പോൾ സപ്പോർട്ടും ചെയ്യും, രണ്ടുപേരും ഒരുപോലെ എയറി കയറ്റുകയും ചെയ്യും. 3 ദിവസം കഴിയുമ്പോൾ വേറൊരു വിഷയം വരുമ്പോൾ അതിൻ്റെ പുറകെ പോകും. പക്ഷേ ഇവിടെ കിടക്കുന്ന ഈ ഓൺലൈനിൽ സോഷ്യൽ മീഡിയക്കകത്ത് കിടക്കുന്ന ഈ സാധനം, ഇതിനൊരു ഫ്യൂച്ചറുണ്ട്. ഇത് നിങ്ങളുടെ ഒരു നല്ല സമയത്തോ ദോഷം സമയത്തോ ഈ സാധനം വീണ്ടും ഒരു ദിവസം പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന സമയത്ത് അന്ന് വരെ മറന്നിരുന്ന ആൾക്കാരെല്ലാം ഇത് വീണ്ടും ചെകഞ്ഞ് അതിനകത്ത് വീണ്ടും എടുത്ത് അതിൻ്റെ ഒരു സ്മെല്ല് പബ്ലിക്കിലേക്ക് പരക്കുന്ന രീതിയിലേക്ക് ദോഷകരമായ രീതിയിൽ മാറും. അതാണ് ഇതിൻ്റെ ഒരു വല്ലാത്തൊരു പ്രശ്നം. ഇതൊരിക്കലും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു കാര്യമാണ്. സോഷ്യൽ മീഡിയക്കകത്തൊരു സാധനം വന്നാൽ അത് നശിപ്പിക്കാൻ പാടാണ്, നശിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് എല്ലാം നല്ലതിനാവട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ല അവർക്ക് തമ്മിൽ കവി എന്താണ് ഉദ്ദേശിക്കുന്നത് തെളിച്ച് പറയൂ, ഇക്ക വെയിറ്റ് ഡിയർ. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നു വെയിറ്റ് ഡിയർ എന്നൊക്കെ പറയുന്നു. നിങ്ങൾ നല്ല കഴിവുള്ള മനുഷ്യൻ. ഫിറോസിക്കയെ അറിയാവുന്ന ആളുകൾക്കറിയാം ഇക്ക എന്താണെന്ന്. ഇക്ക സ്ട്രോങ് പേഴ്സൺ അല്ലേ, സത്യം ജയിക്കും, ഗോ ഹെഡ് മാൻ എന്നൊക്കെ പറയുന്നു.
അങ്ങ് പറയാൻ സത്യമാണ്, ക്യാഷ് കൊണ്ട് പലരും വാങ്ങിക്കും, എന്നാൽ കർമ്മ ക്യാഷ് കൊടുത്താൽ ഇല്ലാതാക്കാൻ പറ്റത്തില്ല, അത് വന്ന് ഭവിക്കും ഇന്നല്ലെങ്കിൽ നാളെ. സീരിയസ്ലി ഞാൻ സയൻറ്റിഫിക് ടെമ്പർ ആ ഒരു രീതിയിൽ ഞാൻ പോകുന്ന ഒരാളാണ്. സയൻസിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ഞാൻ കാര്യങ്ങളെ ഇപ്പോൾ നോക്കി കാണുന്ന ഒരാളാണ്. പണ്ട് കാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ കർമ്മയിൽ വളരെയധികം ബിലീവ് ചെയ്യുന്നുണ്ട്. സീരിയസ്ലി അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ചിലപ്പോൾ കർമ്മയിൽ തേങ്ങയില്ല എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലില്ല. ബട്ട് ഈ സാധനം അടിച്ചിരിക്കും, അത് എവിടെ കൂടെയെങ്കിലും അടിച്ചിരിക്കും. ഭയങ്കരമായ റിഗ്രറ്റിലും കൊണ്ടെത്തിച്ച് മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്ന സ്വയം വരുത്തി വെച്ച സാധനമാണ്. നമ്മൾ ചെയ്ത കാര്യം കൊണ്ട് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നതോട് ചിന്തിച്ചോളണം. അത് ആ സാധനം അടിക്കും, ഒരു സംശയമൊന്നും വേണ്ട. അത് അടി കിട്ടുന്നതെന്ന് വെച്ചാൽ പലരുടെ ലൈഫിൻ്റെ അകത്തും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ കിട്ടും. നമ്മളൊരു ഭാഗത്ത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും മിണ്ടാതിരിക്കുക. അതല്ല നമ്മൾ ആ സാധനം വെച്ചുകൊണ്ട് നമ്മൾ പിന്നെ നമ്മളെ കൊണ്ട് വെളുപ്പിക്കാൻ നമ്മളെ താങ്ങാനും വേണ്ടി നിന്ന് കഴിഞ്ഞാൽ സ്വയം നാറുന്നതിനപ്പുറം നശിച്ച് നാമാവശേഷമായിട്ട് മാറും. സീരിയസ്ലി അത് വന്ന് ഭവിക്കും ഇന്നല്ലെങ്കിൽ നാളെ അത് അനുഭവിക്കും. തെറ്റ് ചെയ്യുന്നവർ ആര് തന്നെ ആയാലും എത്ര വലിയ കൊമ്പനായാലും ശരി. സീരിയസ്ലി ഇങ്ങനെ വരുന്നു. അളിയാ ഇടയ്ക്ക് ഉറക്കെ ചിരിക്കണം. നോക്കി പോയവർ അവർ സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല ഇക്ക, എല്ലാം ഛർദ്ദിക്കും എന്തൊക്കെ പറയുന്നു. ഓക്കെ, സോ സജനാത്തയുടെ സൈഡിൽ നിന്ന് വല്ലതും വന്നിട്ടുണ്ടോ നമുക്ക് അതും കൂടെ നോക്കാം. ഇതിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ അതും കൂടെ നോക്കാം. സജന നൂർ ഇല്ല അവരുടെ നിന്ന് പോസ്റ്റും വന്നിട്ടില്ല, സ്റ്റോറിയും വന്നിട്ടില്ല. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മാരേജ് സംഭവം കഴിഞ്ഞ് അതിനുശേഷം ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അവരുടെ ലൈഫ് പാർട്ട്ണർ ആയിട്ടുള്ള ഒരാൾ വേണോ വേണ്ടയോ, അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കണം, എന്തൊക്കെ തരത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടെന്നുള്ള ഈ രണ്ട് വ്യക്തികൾ സ്വതന്ത്രമായി തീരുമാനിക്കാം. അതിനകത്ത് ഇവിടെ സമൂഹത്തിനോ നമുക്ക് ആർക്കും അതിനകത്ത് വർത്തമാനം പറയാനില്ല. മറിച്ച് അവരുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾക്കകത്ത് മറ്റെന്തെങ്കിലും കാരണങ്ങളും ഉണ്ടായിരുന്നു, അതിന് വിരുദ്ധമായിട്ട് സംഭവങ്ങൾ പുറത്തു വരുന്ന സമയത്ത് അത് തെളിയിക്കാനും അതല്ല സത്യം എന്ന് പറയാനും വിളിച്ചു പറയാനും ചിലപ്പോൾ ഈ രണ്ടു പേർക്കും അവകാശമുണ്ട്. സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പോൾ വന്ന കാര്യമായതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിന്നുള്ളൊരു സംഭവം വരുമ്പോൾ മറു സൈഡിൽ നിന്ന് റിയാക്ഷൻ ഉറപ്പായിട്ട് വരും. അങ്ങനെ വരുമ്പോഴേക്കും ഈ സാധനം നിൽക്കത്തില്ല. ഞാനത് രണ്ടുപേരോടും പറഞ്ഞ കാര്യമാണ്. ഇതിങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു കണ്ടിന്യൂറ്റി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരാൾ പറയുന്നു, എനിക്ക് എൻ്റെ അടുത്ത് ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയും, നിങ്ങളെന്താ മിണ്ടാത്തെ, സ്വാഭാവികമായിട്ട് എനിക്ക് മറുപടി പറയേണ്ടി. അപ്പം ഞാൻ പറയുന്ന കാര്യത്തിനകത്ത് ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പോൾ മറ്റപ്പുറം നിൽക്കുന്ന ആൾ പറയും അതല്ല അതിൻ്റെ കാരണം ഇങ്ങനെയാണ്. അതിങ്ങനെ വെക്കൊണ്ടിരിക്കും ലൂപ്പ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ബിഗ് ബോസ് സീസണിൻ്റെ പേരിൽ തുടങ്ങിയിട്ടുള്ള ചില ലൂപ്പുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് യൂട്യൂബിൽ. സീരിയസ്ലി അതാ പറഞ്ഞത്, ചില ലൂപ്പുകളിൽ മനഃപൂർവ്വമായിട്ടാണ് ഞാൻ ചെന്ന് കയറാത്തത്. കാരണം നമ്മളതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു പിന്നോട്ടൊരു ഇറക്കവുമില്ല. ആ സാധനത്തിൽ നിന്ന് വിട്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. എന്തിനാ വെറുതെ? ഇന്ന് സോഷ്യൽ മീഡിയക്കകത്ത് വരുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയക്കകത്ത് വരുന്നത് കൊണ്ട് മാത്രം അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നത്, അല്ലാതെ എവിടെയെങ്കിലും പോയിട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റേ ആരുടെയും ചികഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അതില്ലാത്തൊരു കാര്യം പറയുന്ന പരിപാടിയൊന്നും ഇല്ല. ഓക്കെ, സോ ഗൈസ്, എന്തായിരുന്നാലും ഇവരുടെ രണ്ടുപേരുടെ ലൈഫിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. പക്ഷേ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഈ സാധനം നിൽക്കുന്നത് മറ്റൊരു ഡയമെൻഷനിലും ഒരു മൂന്നാം വ്യക്തി അഥവാ ഈ പർട്ടിക്കുലർ കുട്ടിസാർ, ആ കുട്ടിസാറിൻ്റെ ഒരു വല്ലാത്തൊരു എക്സ്പോസ്ഡ് ആവുകയാണ് എന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇവർ പറയുന്നത് പോലെ നമുക്ക് കാത്തിരിക്കാം എന്താണെന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.